ഹായ്, ഐ എം രാജൻ സി എൻ. ഞാനൊരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. പ്രിയപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ സാർ ഒരു സന്ദേശം നൽകുകയുണ്ടായി. KSRTCയുടെ ഭാഗമായി സൗജന്യ യാത്രയ്ക്ക് ലാഭിക്കുന്ന പൈസ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഓരോ സ്ത്രീക്കും അവരുടേതായ ഫിനാൻഷ്യൽ ഫ്രീഡം പ്രാപിക്കാനുള്ളൊരു വഴി കണ്ടെത്താമെന്നാണ്. KSFയുടെ ഭാഗമായി വരുന്ന പിങ്ക് ചിട്ടി എന്നൊരു പദ്ധതിയാണ്. മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ അതും വെച്ചൊന്ന് കമ്പയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഈ കമ്പാരിഷൻ്റെ ഭാഗമായി നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇക്വിറ്റി ഓറിയൻറ്റഡ് ലോങ് വ്യൂവിലാണ് കാണാൻ വേണ്ടിയിട്ട് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബഹുമാന്യ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചിട്ടുള്ള ഏകദേശം 500 രൂപയുടെ കണക്ക് തന്നെ എടുക്കാം. ഓരോ വീട്ടിൽ നിന്നും 1, 2, 3 ആളുകളായിരിക്കാം ഓരോ ദിവസവും ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഗവൺമെൻറ് നൽകിയ ഈ പദ്ധതി പ്രകാരം ഓരോ വീട്ടിൽ നിന്നും ഈ പറഞ്ഞ 1, 2 500 നമുക്ക് ലാഭിക്കാൻ കഴിയുന്നത്. അതായത് ഒരു 500 രൂപ ഒരു വ്യക്തി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് ഭാഗമായി ഒരു വർഷത്തിൽ അദ്ദേഹം ഏകദേശം 6000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കാം. ഈ 6000 രൂപ നമ്മുടെ ഒരു 5 വർഷ കാലാവധി എന്ന് എടുത്തിരിക്കട്ടെ. ഓരോ ഗവൺമെൻറ്റും നമ്മൾ ഭരിക്കുമ്പോൾ 5 വർഷം കണക്കായിട്ടാണ് ഭരിക്കുന്നത്. പിന്നീട് കണ്ടിന്യൂ ചെയ്യാം, ചിലപ്പോൾ ചെയ്യാതിരിക്കാം. എങ്കിലും 5 വർഷം കണക്കാക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. 5 വർഷം കണക്കുകളെടുത്ത് ഏകദേശം 30,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കാം. 5 വർഷം കൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ അറ്റ് റേറ്റ് ഓഫ് 12% ആണെങ്കിൽ പോലും നമുക്ക് 40,552 രൂപ നേടിയെടുക്കാൻ കഴിയും. അതായത് 10,552 രൂപ 5 വർഷം കൊണ്ട് 30,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് നേടാൻ കഴിയുന്ന സാരം. നമ്മുടെ KSRTCയുടെ പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി നമ്മളൊരു മാസം 2000 രൂപയാണ് ലാഭിക്കുന്നത് ഇരിക്കട്ടെ. ഒരു വർഷം നമുക്ക് ഏകദേശം 24,000 രൂപ ലാഭിക്കാൻ പറ്റുന്നു. അതായത് 5 വർഷം കൂടി നമ്മൾ 1,20,000 രൂപ ലാഭിക്കാം. ഇതിൻ്റെ അറ്റ് ദ റേറ്റ് 12% ഇൻട്രസ്റ്റ് ആണ് നമ്മൾക്ക്, കമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയെങ്കിൽ ഏകദേശം 42,000 5 വർഷം കൊണ്ട് കിട്ടാം. ഈ കിട്ടുന്ന തുക, അതായത് 1,20,000 രൂപ നമ്മൾ സേവ് ചെയ്തതും ഒപ്പം തന്നെ അതിൻ്റെ കമ്പൗണ്ടിങ് ഇൻട്രസ്റ്റായി ലഭിക്കുന്ന ഏകദേശം 42,000 രൂപയും ചേർത്ത് 1,62,000 രൂപ നമുക്ക് 5 വർഷം കൊണ്ട് കിട്ടിയേക്കാം. നേരത്തെ പറഞ്ഞ 500 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും 2,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ വ്യക്തിയും ഒരു നിശ്ചിത തുക, അതായത് ഈ തുക നമ്മൾ ലോങ് ടൈം വ്യൂ ഒരു 25 വയസ്സിൽ തുടങ്ങുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, അദ്ദേഹം റിട്ടയർഡ് ആകുന്നത് ഏകദേശം 56 വയസ്സോടുകൂടിയാണ്. ഈ 56 വയസ്സ് ആകുമ്പോൾ ഈ തുക എത്രയാവുമെന്ന് നമുക്ക് നോക്കാം. ഒരു 500 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, 5 വർഷം കൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഏകദേശം 40,552 രൂപയാണെന്ന് പറഞ്ഞു. 26 വർഷം കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അത് ഈ തുക 26 വർഷം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം എടുക്കുന്നത്, അതായത് 56 വയസ്സിൽ എടുക്കുന്നെങ്കിൽ ഏകദേശം 7,31,561 രൂപ ഇൻട്രസ്റ്റ് ആയി കിട്ടുന്നു. നേരെ മറിച്ച് ഒരു 2,000 രൂപയാണ് ഒരാൾ നേരത്തെ പറഞ്ഞ പോലെ സേവ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഒരു വർഷത്തിൽ 24,000 രൂപ, 5 വർഷത്തിൽ ഏകദേശം 1,62,000 രൂപ. 5 വർഷത്തിൽ സേവ് ചെയ്ത പൈസ വീണ്ടും ഒരു കമ്പൗണ്ടിങ് ബെനിഫിറ്റോടുകൂടി 26 വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 30,88,433 രൂപയാവുന്നു. അതായത് ഒരു ചെറിയ സംഖ്യയിൽ നിന്നും തുടങ്ങി ലോങ് ടൈമോടുകൂടി കമ്പൗണ്ടിങ് ബെനിഫിറ്റോടുകൂടി 30,88,433 രൂപയിൽ എത്താൻ കഴിയും. ഇത് വെറും 12% എന്ന നിരക്കിലാണ്. നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കൂടുതൽ ഗ്രോത്ത് കൊടുത്ത ഒരുപാട് ഫണ്ടുകളുണ്ട്. ഒരു പർട്ടിക്കുലർ ഫണ്ടിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു വ്യക്തി എന്ന നിലയിൽ ഗവൺമെൻറ് തരുന്ന പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു നിശ്ചിത ലക്ഷ്യത്തോടു കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏതൊരു വ്യക്തിക്കും അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത്.